യേശു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നാം യേശു ചെയ്ത 2 അത്ഭുതങ്ങളിലൂടെ താൻ പഴയ നിയമത്തിലെ യഹോവ തന്നെയാണെന്ന് തെളിയിക്കുകയുണ്ടായി. ഒന്ന്, നികുതിക്കായി മത്സ്യത്തിന്റെ വായിൽ നാണയത്തെ വരുത്തിയതും മറ്റൊന്ന് കഴുതയിൽ യെരുശലേമിൽ പ്രവേശിച്ച സംഭവവും. ഇന്ന് നാം നോക്കുന്നത് ലാസറിനെ യേശു ഉയിർപ്പിച്ച അത്ഭുതമാണ്. യേശു ലാസറിനെ ഉയിർപ്പിച്ച സംഭവം ഒരു അത്ഭുതം മാത്രമല്ലായിരുന്നു. പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് താനെന്ന് അവിടെ യേശു തെളിയിക്കുകയായിരുന്നു. മരണത്തെപ്പോലും അനുസരിപ്പിക്കുന്ന അധികാരം തന്നിലുണ്ടെന്ന് യേശു അവിടെ വെളിപ്പെടുത്തി. ഈ അത്ഭുതം യേശു ആരാണെന്നും യേശുവിൻ്റെ ശക്തി എന്താണെന്നും ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. ഈ അത്ഭുതത്തിലൂടെ യേശു തൻ്റെ ദൈവീകതയും മരണത്തിന്മേലുള്ള തൻ്റെ അധികാരത്തെയും വെളിപ്പെടുത്തി. പുതിയ നിയമ അത്ഭുതങ്ങളിൽ ഇത്ര ദീർഘമായ വിവരണത്തോടുകൂടി രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു അത്ഭുതമില്ല. ലാസറിനെ ഉയിർപ്പിച്ച ആ സംഭവത്തിലേക്ക് പോകാം. ബെഥാന്യയിൽ പാർത്തിരുന്ന ലാസർ മാർത്തയുടെയും മറിയയുടെയും സഹോദരനും യേശുവിൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു. ഒരിക്കൽ ലാസർ ഗുരുതരമായി രോഗാവസ്ഥയിലായി. സഹോദരിമാർ യേശുവിനെ അറിയിച്ചെങ്കിലും യേശു ഉടൻ ബെഥാന്യയിലേക്ക് പോയില്ല. 2 ദിവസം കൂടി കാത്തിരുന്നു. അതിനിടയിൽ ലാസർ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. ലാസർ മരിച്ചുവെന്നറിഞ്ഞ് യേശു ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാൻ 11:11. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോവുന്നു എന്ന് അവരോട് പറഞ്ഞു. നിദ്ര മരണത്തിന് പര്യായമായി പുതിയ നിയമ എഴുത്തുകാർ അനേക വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. മനുഷ്യർക്ക് മരണം അന്തിമമാണെന്ന് തോന്നാമെങ്കിലും ദൈവത്തിന് അങ്ങനെയല്ല. യേശു 4 ദിവസം കഴിഞ്ഞ് ബെഥാന്യയിലേക്ക് വരുന്നു. യോഹന്നാൻ 11:17 വായിക്കാം. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. യോഹന്നാൻ 11:20, 34, പിന്നെ 38 മുതൽ 43 വരെയുള്ള വചനങ്ങൾ വായിക്കാം. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. അവനെ വച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവേ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹ ആയിരുന്നു. ഒരു കല്ലും അതിന്മേൽ വച്ചിരുന്നു. കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അവർ കല്ലു നീക്കി. ലാസറെ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ട് അഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യേശു പറഞ്ഞതുപോലെ നിദ്രയിലായിരുന്ന ലാസറിനെ ഉണർത്തി കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവരുന്നു. എന്തുകൊണ്ട് യേശു 4-ാം ദിവസം ബെഥാന്യയിലെ കല്ലറയിലെത്തി? മരിച്ച ആൾക്കാരുടെ ആത്മാവ് 3 ദിവസം ശരീരത്തിനരികെ തങ്ങി നിൽക്കുമെന്നും 4-ാം ദിവസം ശരീരം വിട്ടു പോകുമെന്നും പിന്നെ ശരീരം പൂർണ്ണമായി നശിക്കുവാൻ തുടങ്ങുമെന്നും യഹൂദരുടെ ഇടയിൽ ഒരു പാരമ്പര്യ വിശ്വാസമുണ്ടായിരുന്നു. മാർത്ത പറഞ്ഞത് കേൾക്കാം. യോഹന്നാൻ 11:39. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാസർ യഥാർത്ഥത്തിൽ മരിച്ചുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുവാനും തന്റെ അത്ഭുതത്തിൽ ആർക്കും സംശയം തോന്നാതിരിക്കുവാനുമായിരിക്കണം യേശു 4-ാം ദിവസം കല്ലറയ്ക്കരികിലെത്തിയത്. ലാസറിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന യേശു എന്തുകൊണ്ട് ലാസറിന്റെ പേര് വിളിച്ച് പുറത്തു വരിക എന്ന് പറഞ്ഞത്? പുറത്തേക്ക് വരിക എന്ന് മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ എല്ലാ കല്ലറകളും തുറന്നേനെ. ഇത് യേശുവിൻ്റെ വാക്കിലെ ശക്തിയെ കാണിക്കുന്നു. മരണത്തെ ഭയപ്പെടുത്തിയ ഒരേയൊരു ശബ്ദം. മരണം പോലും യേശുവിനെ അനുസരിക്കുന്നു. ലാസർ പുറത്തു വന്നപ്പോൾ ശവവസ്ത്രങ്ങളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. യോഹന്നാൻ 11:44. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യേശു ജീവൻ മാത്രമല്ല, ബന്ധനങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും മോചനം നൽകുന്നു. ഇനി ലാസറിന്റെ ഉയിർപ്പുമായുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞ ചില വചനങ്ങളും അവ എങ്ങനെ പഴയ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം. ആദ്യം യേശു മാർത്തയോട് പറഞ്ഞ ഒരു വചനം വായിക്കാം. യോഹന്നാൻ 11:25. യേശു അവളോട്,
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പുനരുത്ഥാനവും ജീവനും തൻ്റെ വ്യക്തിത്വത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നതിനർത്ഥം നാം വിശ്വാസത്താലാണ് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിലുള്ള ഒരുവൻ ജീവന്റെയും പുനരുത്ഥാനത്തിൻ്റെയും ശക്തിയെ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെയുള്ളവരുടെ ശാരീരിക മരണം ആ വ്യക്തിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ ഇവർ മരിക്കുന്നില്ല. 2 കൊരിന്ത്യർ 5-8 വായിക്കാം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, മരണം വിശ്വാസിക്ക് ശിക്ഷയോ നഷ്ടമോ അല്ല, അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. അവർക്ക് മരണഭയമില്ല, കാരണം അവർ കർത്താവിനോട് ചേരുകയാണ്, അകന്നുപോകുകയല്ല. ഉയിർപ്പിനെയും ജീവനെയും കുറിച്ച് പഴയ നിയമം എന്ത് പറയുന്നുവെന്ന് നോക്കാം. ഇതിനാധാരമായി 2 വചനങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 32:39 വായിക്കാം. ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. 1 ശമൂവേൽ 2-6 വായിക്കാം. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യേശു ലാസറിനെ ഉയിർപ്പിച്ചപ്പോൾ പഴയ നിയമത്തിലെ യഹോവയുടെ അധികാരം തൻ്റേതാണെന്ന് വെളിപ്പെടുത്തി. അതായത് ലാസറിന്റെ കല്ലറയ്ക്ക് മുന്നിൽ യഹോവയുടെ മഹത്വം മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു. യെരെസ്കേൽ 37:4-6 വരെയുള്ള വചനങ്ങൾ വായിക്കാം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഈ പഴയ നിയമ വചനത്തിനും ലാസറിന്റെ ഉയിർപ്പിനും തമ്മിൽ ആഴമുള്ള ബന്ധം കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ അസ്ഥികൂടങ്ങൾ യഹോവയുടെ ശബ്ദത്താൽ ജീവിച്ചതുപോലെ 4 ദിവസം കല്ലറയിലായിരുന്ന ലാസർ യേശുവിന്റെ ശബ്ദം കേട്ട് ജീവിച്ചു. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ മരിച്ചവർക്ക് ജീവൻ നൽകിയത് യഹോവയായിരുന്നെങ്കിൽ അതേ അധികാരത്തോടെ യേശു ലാസറിനെ ഉയിർപ്പിച്ചു. യേശുവിന്റെ വാക്ക് വെറും ശൂന്യമായ വാക്കല്ല, അതിൽ സൃഷ്ടിശക്തിയും ജീവനും അടങ്ങിയിരിക്കുന്നു. ലാസറിനെ ഉയർത്തിയത് ഒരു അത്ഭുതം മാത്രമായിരുന്നില്ല, യേശുവിന്റെ ദൈവീകതയുടെ പ്രഖ്യാപനമായിരുന്നു. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകിയ അതേ ശബ്ദം ബെഥാന്യയിൽ വീണ്ടും മുഴങ്ങി. യേശു മനുഷ്യർക്ക് അസാധ്യമായ അവസരങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് പഴയ നിയമത്തിലെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന സത്യത്തെ തെളിയിക്കുന്നു. യിരെമ്യാവ് 32:17 വായിക്കാം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നത് ലാസറിനെ ഉയിർപ്പിച്ചതിൽ കൂടി യേശു തെളിയിച്ചു. യഹോവ മണ്ണിൽ നിന്ന് ആദാമിനെ സൃഷ്ടിച്ചെങ്കിൽ യേശു കല്ലറയിലായിരുന്ന ലാസറിന് ജീവൻ നൽകുന്നു. സൃഷ്ടിയുടെ ശക്തി തന്നെയാണ് ഉയിർപ്പിന്റെയും ശക്തി. യേശു സാധാരണ ഒരു ഗുരുവോ പ്രവാചകനോ അല്ലെന്നും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള യഹോവ തന്നെയാണെന്ന് യേശു തെളിയിച്ചു. പഴയ നിയമത്തിൽ നിന്നും മറ്റൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 36:9. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ലാസറിന്റെ ഉയിർപ്പ് ഈ വചനത്തിന്റെ പുതിയ നിയമ പൂർത്തീകരണമായിരുന്നു. യേശുവും ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാൻ 12:46. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ലാസറിന്റെ ഉയിർപ്പ് ഈ വചനത്തിന്റെ പുതിയ നിയമ നിറവേറലായിരുന്നു. ദാവീദ് യഹോവയെക്കുറിച്ച് പറഞ്ഞ ജീവന്റെ ഉറവ് യേശുവിൽ ദൃശ്യമായി. ലാസറിന്റെ ഉയിർപ്പ് ഒരു മരിച്ചവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു അത്ഭുതം മാത്രമല്ലായിരുന്നു. യേശു തന്നെയാണ് ജീവന്റെ ഉറവും ലോകത്തിന്റെ വെളിച്ചവും എന്ന പ്രഖ്യാപനമായിരുന്നു. ദാവീദ് ജീവന്റെ ഉറവ് നിന്റെ പക്കൽ എന്ന് പാടിയപ്പോൾ അതിന്റെ പൂർണ്ണ അർത്ഥം ബെഥാനിയയിൽ വെളിപ്പെട്ടു.
ജീവന്റെ ഉറവയായ യേശു ലാസറിനെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് വിളിച്ചപ്പോൾ മരണം പോലും അവന്റെ ശബ്ദത്തിനു മുന്നിൽ വഴിമാറി. ബഥാനിയയിലെ കല്ലറ ലോകത്തോട് ഒരു സത്യം വിളിച്ചു പറഞ്ഞു. യേശുവിന്റെ ശബ്ദം എത്തുന്നിടത്ത് മരണം അന്തിമമല്ല. കല്ലറ പോലും അനുസരിച്ച ശബ്ദം ഇന്നും മനുഷ്യഹൃദയങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ കല്ലറയ്ക്കപ്പുറം ജീവിതം തരുന്ന യേശുവിന്റെ ശബ്ദത്തിനായി കാതോർക്കാം.